ഹായ്, എല്ലാവർക്കും മറ്റൊരു വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നൊരു കുട്ടി വ്ലോഗാണ്. കുറച്ച് കോട്ടയം വിശേഷങ്ങളാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ, എൻ്റെ ഹസ്ബൻ്റെ വീട് കോട്ടയമാണ്. അപ്പോൾ ഒരുപാട് പേര് എന്നോട് കോട്ടയത്തെ വിശേഷങ്ങൾ കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ എടുത്ത ഒരു ചെറിയ വ്ലോഗാട്ടോ. കോട്ടയം ഏറ്റുമാനൂരിനടുത്ത് പേരൂരാണ് കേട്ടോ ഞങ്ങളുടെ വീട്. വീടിനടുത്ത് മീനച്ചലാറുണ്ട്. മെയിൻ റോഡ് കഴിഞ്ഞ് ഞങ്ങളുടെ വീട് കഴിഞ്ഞാൽ പിന്നെ ഒരു 3 വീട് അത്രേ ഉള്ളൂ. അത് കഴിയുമ്പോൾ 6ആണ്. ഇതിപ്പോൾ രാവിലെയാണ്. നല്ല ചൂട് തുടങ്ങുന്നതിന് മുന്നേ ഉള്ള സമയം കേട്ടോ. ഈ സമയത്ത് പുറത്തിറങ്ങി നിൽക്കാൻ കുറച്ച് നല്ല സുഖമാണ്. കാരണം ചെറിയൊരു തണുപ്പുണ്ട്, ആറൊക്കെ അടുത്തുള്ളതുകൊണ്ട്. കുറച്ചും കൂടി കഴിഞ്ഞാൽ ഇങ്ങോട്ടൊന്നും ഇറങ്ങാൻ പോലും പറ്റത്തില്ല, അത്ര ചൂടാണ്. കുട്ടികൾക്ക് 2 പേർക്കും ആറിൻ്റെ അവിടെ കളിക്കാൻ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അധികം വെയിലാവുന്നതിന് മുന്നേ തന്നെ രാവിലെ നമ്മൾ കൊണ്ടുപോകും എല്ലാ ദിവസവും. ഇത് കണ്ടോ, കൂടെ നടക്കുന്ന ആളിൻ്റെ പേര് ഗോപാലൻ എന്നാട്ടോ. ആരിട്ട പേരാന്നൊന്നും അറിയത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഒരു 4 വീടുണ്ട്. ആ വീടുകളിലെല്ലാം അവൻ പോവും. നമ്മുടെ ദേഹത്ത് കയറുമോ കടിക്കുമോ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. ജസ്റ്റ് നമ്മൾ എവിടെ പോയാലും പുറകെ ഇങ്ങനെ നടക്കും, അത്രേ ഉള്ളൂ. ഇപ്പോൾ നമ്മളിത് ആറിനടുത്തെത്തി. ഇവിടെ ഒരു പാലമുണ്ട്. ഇത് തൂക്കുപാലം കേട്ടോ. ഇത് വന്നിട്ടൊരു 5 വർഷമായിട്ടുള്ളൂ. ഇതിന് മുന്നേ കടത്തായിരുന്നു, അതായത് അക്കരയ്ക്ക് പോകാനായിട്ട് വള്ളം ഉണ്ടായിരുന്നു. പിന്നെയാണ് ഈ പാലം വന്നത്. കാണാൻ നല്ല ഭംഗിയാണ് ഈ പാലം. ഇപ്പോൾ 5 വർഷമായേ ഉള്ളെങ്കിൽ പോലും തുരുമ്പൊക്കെ എടുക്കാൻ തുടങ്ങി. ഇത് വന്ന സമയത്ത് ഒത്തിരി ആൾക്കാർ ഈ പാലം കാണാനായിട്ട് വരുമായിരുന്നു. എല്ലാ ദിവസവും വൈകിട്ട് നല്ല തിരക്കാണ് ഇവിടെ പാലം കാണാനായിട്ട്. ഇപ്പോഴും വരാറുണ്ട്. വൈകിട്ട് ഒരു 4 മണി 5 മണിയൊക്കെ ആകുമ്പം വരും. ഫാമിലീസ് വരും കാണാനും, പിന്നെ ആറൊക്കെ കാണാനായിട്ട് വരും. പിന്നെ ഈ കല്യാണം കഴിഞ്ഞിട്ട് ഷൂട്ടിംഗ് ഇല്ലേ, പെണ്ണും ചെറുക്കനുമൊക്കെ, അങ്ങനെയുള്ളവരും വരാറുണ്ട് കേട്ടോ, ക്യാമറയൊക്കെ ആയിട്ട്. ഞാനിതൊരു എൻ്റെ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. ശരിക്കും നേരിട്ട് കാണാൻ ഇതിലും ഭംഗിയാണ്. ഈ പാലം നടന്ന് അക്കരെ പോകും കേട്ടോ. അക്കരെ പോയിട്ടാണ്, ഞാൻ പറഞ്ഞില്ലേ, വെള്ളത്തിൽ കളിക്കാനാണ് പോകുന്നത് ഇവർ 2 പേരും. അപ്പോൾ അക്കരെ ചെന്ന് കഴിഞ്ഞാൽ അധികം ആഴമില്ലാത്ത കുട്ടിയൊക്കെ ഇറങ്ങി നിൽക്കാൻ പറ്റുന്ന രീതിയിലൊരു സ്ഥലമുണ്ട്. അങ്ങോട്ടേക്കാണ് ഈ പോകുന്നത്. കഴിഞ്ഞ പ്രളയത്തിൻ്റെ സമയത്ത് നിറഞ്ഞ് മെയിൻ റോഡ് വരെയൊക്കെ വെള്ളമായിരുന്നു. അത് റോഡും ഫുള്ള് വെള്ളമായിരുന്നു. നമ്മുടെ വീട്ടിലൊക്കെ വെള്ളം കയറി. അപ്പോൾ എല്ലാവരും ഒഴിപ്പിക്കുകയൊക്കെ ചെയ്തു ഇവിടുന്ന്. പിന്നെ കുറച്ചും കൂടി കഴിയുമ്പോൾ ഈ ചൂടൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഒരുപാട് പേര് മീൻ പിടിക്കാൻ വരും. നിറയെ മീൻ കിട്ടുകയും ചെയ്യും കേട്ടോ. വലിയ മീനൊക്കെ കിട്ടും, ആറ്റുമീൻ. ഇപ്പോൾ നമ്മളിതേ നടന്ന് അക്കരെ എത്തി. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കണ്ടോ, ആണ് പാലം കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നത്. ഇപ്പോഴാണ് കണ്ടില്ലേ, നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഇവിടെ അധികം ആഴമില്ല. അപ്പം അവിടെ ഇറങ്ങിയിരുന്ന കുട്ടികൾക്ക് കളിക്കാം. ജസ്റ്റ് നമ്മുടെ പാദത്തിൻ്റെ അവിടെ വരെയൊക്കെ വെള്ളം കാണത്തുള്ളൂ. എപ്പോഴും ഒറ്റയ്ക്കൊന്നും എടുത്തില്ല കേട്ടോ, എപ്പോഴും നമ്മൾ ആരെങ്കിലും കൂടെ കാണും. കളി കഴിയുമ്പോൾ തല വരെ വെള്ളമായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുളിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോവാണ്. കണ്ടോ, ഗോപാലനും കൂടെ തന്നെ ഉണ്ട്. നമ്മൾ എങ്ങോട്ട് പോയാലും അവൻ കൂടെ കാണും.
വാടാ ഗോപാല. അപ്പോൾ അതെ, വെള്ളത്തിലെ കളിയൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയമായി. സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ. ഉപ്പുമാവ്, പഴം, ചായ, അത്രേ ഉള്ളൂ ഇന്ന്. ഞാൻ രാവിലെ തന്നെ മോൾക്ക് കുറച്ച് ഏത്തക്കാക്കുറുക്ക് ഉണ്ടാക്കുവാണേ. അവൾക്ക് പൊതുവെ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പം കുറുക്കുണ്ടാക്കി കൊടുക്കും ഇടയ്ക്ക്. അപ്പോൾ ഞാൻ കുറച്ച് കരിപ്പെട്ടി ഉരുക്കാനിട്ടിട്ടുണ്ട്. കരിപ്പെട്ടിയാണ് ഞാൻ സാധാരണ കുറുക്കി ചേർക്കുന്നത്. പിന്നെ പാല്, കവർ പാല് തന്നെയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. മലനാടിൻ്റെ പാല് നല്ലതാണെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. അപ്പം ഞാൻ അത് തന്നെ ഉപയോഗിക്കും ഇപ്പോൾ. ഈ പാലിലോട്ട് ഞാൻ ഏത്തക്കാപ്പൊടി ചേർക്കും. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഏത്തക്കാപ്പൊടി കേട്ടോ. നാടൻ ഏത്തക്ക വാങ്ങിച്ച് ഉണക്കി, വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ചെടുത്തതാണ്. അത് ചേർത്തൊന്ന് മിക്സ് ചെയ്യും. ഇതിനകത്ത് ഇങ്ങനെ കട്ട പിടിച്ചൊക്കെ കിടക്കും. എന്നിട്ട് അതിനകത്തോട്ട് കരിപ്പെട്ടി ഉരുക്കിയതും കൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യും. എൻ്റെ മോൾക്ക് അധികം മധുരം ഇഷ്ടമല്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കരിപ്പെട്ടിയേ ചേർക്കത്തുള്ളൂ. ഇനി ഇതൊന്ന് അരിച്ചെടുത്തിട്ട് കുറുക്കിയെടുത്താൽ മതി. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മോള് ഭക്ഷണം കഴിക്കാൻ മടിയായതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ കുറുക്കി കൊടുക്കും. ഭയങ്കര നല്ലതാണ് കുട്ടികൾക്ക്. ഏത്തയ്ക്ക, കൂരവൊക്കെ ഇങ്ങനെ കുറുക്കി കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതേ കുറുക്ക് റെഡിയായി കേട്ടോ. ഇത് കഴിക്കാനും മടിയാണ്, പക്ഷെ എങ്ങനെയെങ്കിലും ഒന്ന് കഴിപ്പിച്ച് കഴിഞ്ഞാൽ നല്ലതായതുകൊണ്ട് മിക്കവാറും ദിവസവും കൊടുക്കാറുണ്ട്. ഇന്ന് കിട്ടിയ നാടൻ കക്കിരിക്ക കേട്ടോ. ഇവിടെ അടുത്ത് കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ട്, അപ്പോൾ അവരുടെ നിന്ന് വാങ്ങിച്ചതാണ്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ആട്ടോ ഇതിന്. തൊലിയൊക്കെ കളഞ്ഞിട്ട് നീളത്തിനരിഞ്ഞ് കുറച്ച് കുരുമുളക് പൊടി, വളരെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ നാരങ്ങ നീരും കൂടെ ഒഴിച്ചൊരു അരമണിക്കൂർ വെക്കും. എന്നിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അമ്മതി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നീളത്തിന് മുറിച്ച് വെക്കുവാണ് ഇവിടെ. ഇവിടെ എല്ലാം നല്ല നാടൻ സാധനങ്ങൾ കിട്ടുമേ. അപ്പം ചീര കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അത് തോരൻ വെക്കുവാണ് ഉച്ചക്കലത്തേക്ക്. ഉച്ചയ്ക്ക് ഇന്ന് ബീഫും മീനും ഒക്കെ ഉണ്ട് കേട്ടോ. ബീഫ് വേവാനായിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. മീൻകറി ദേ ഇവിടെ തിളയ്ക്കുന്നുണ്ട്. ഇത് അമ്മ വെച്ച മീൻകറിയാണേ, കോട്ടയം സ്റ്റൈൽ മീൻകറി. നല്ല മണമുണ്ട്. ഒന്ന് വറ്റിയാൽ മതി, റെഡിയാവും. ഇനി ബീഫും കൂടി വെച്ചാൽ മതി. നമ്മൾ പുറത്തുനിന്ന് വരുമ്പോൾ ഉണ്ടല്ലോ, ആദ്യത്തെ ഒരു കുറച്ച് ദിവസം ഇതെല്ലാം കഴിക്കാൻ ഭയങ്കര ആക്രാന്തമായിരിക്കും അല്ലേ. അതാണ് എല്ലാം വെക്കണേ. മീൻ, ബീഫ് എല്ലാം ഉണ്ട്. ഒരു 1-2 മാസം കഴിയുമ്പോൾ ഈ ഒരു ബഹളമൊക്കെ അങ്ങ് നിൽക്കും. ചീരത്തോരൻ റെഡി ആയിരിപ്പുണ്ട്. ഉണ്ടാവും നല്ല നാടൻ ചീര കൊണ്ടുള്ള തോരൻ, മീൻകറി, ബീഫ് റോസ്റ്റ് എല്ലാം റെഡി. ഇതും നാടൻ പഴം കേട്ടോ. എൻ്റെ അനിയത്തി അവളുടെ വീട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്നതാണ്. നാടൻ പഴമാണ്. ഇതിൻ്റെ പേര് ശരിക്കും പറഞ്ഞാൽ ഞാൻ മറന്നുപോയി. ആറ്റുകണ്ണനാണെന്നാണ് എൻ്റെ ഓർമ്മ. പറഞ്ഞത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. പിന്നെ അതെ കറിവേപ്പില. ഇത് ഞാൻ എന്താ കാണിച്ചതെന്ന് വെച്ചാലേ, അമ്മ കറിവേപ്പില ഫ്രിഡ്ജിൽ വെക്കത്തില്ല. നമ്മുടെ വീട്ടിൽ ചെറിയൊരു കറിവേപ്പേ ഉള്ളൂ, അപ്പോൾ അതിനകത്തുനിന്ന് അധികം അങ്ങനെ എടുക്കാറില്ല. അമ്മ പുറത്തുനിന്ന് മേടിക്കുക ചെയ്യുന്നത്. മാർക്കറ്റിൽ നിന്നല്ല, അടുത്ത വീടുകളിൽ നിന്നൊക്കെ മേടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ട് ഇതുപോലെ കുപ്പിയിൽ വെക്കും, വെള്ളം ഒഴിച്ചിട്ട് അതിനകത്ത് ഇട്ട് വെക്കും. ഇത്ര ചൂടത്ത് പോലും ഒരു 3-4 ദിവസം ഇതിങ്ങനെ ഒട്ടും കേടാകാതെ ഇരിക്കും. നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. ഞാനൊരു സ്പെഷ്യൽ സാധനം കാണിക്കാവേ. ഇതെന്താണെന്ന് പറയാമോ നിങ്ങൾക്ക്? കണ്ടോ, എന്താണെന്ന് പറയാമോ? ഇത് ഇരുമ്പമ്പുളിയാണ്. ഇരുമ്പമ്പുളി എന്ന് വെച്ചാൽ ട്രിവാൻഡ്രത്തൊക്കെ പുളിഞ്ചിങ്ക എന്ന് പറയും. നമ്മൾ മീനിലൊക്കെ ഇടുന്ന അച്ചാറിടാനൊക്കെ യൂസ് ചെയ്യുന്ന പുളിഞ്ചിക്കയാണ്.
ഇത് വെയിലത്ത് വെച്ച് ഉണക്കി വെച്ചിരിക്കുന്ന കേട്ടോ. കുറച്ച് കനത്തിലരിയുക. എന്നിട്ട് മുളക് പൊടിയല്ല, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കായം ഇത് മൂന്നും കൂടി മിക്സ് ചെയ്ത് വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുത്തതാണ്. അടുത്ത വീട്ടിലെ ചേച്ചിയാണ് എനിക്ക് ചെയ്തു തന്നത് കേട്ടോ. ഇത് വെച്ച് അച്ചാറിട്ടാൽ നല്ല ടേസ്റ്റാണ്. നമ്മൾ ഈ ഉണക്കമാങ്ങയൊക്കെ അച്ചാറിടുന്ന പോലെയാണ്. ഇത് ഞാൻ നാളെ ട്രിവാൻഡ്രത്തിന് പോകുമ്പോൾ കൊണ്ടുപോകും. എന്നിട്ട് ഞാൻ അച്ചാറിടുന്ന കാണിക്കാം കേട്ടോ. ഉണക്കമാങ്ങേനേക്കാളും ടേസ്റ്റാണ് ഇതിന്. വൈകിട്ട് വീണ്ടും വെയിലൊക്കെ താഴ്ന്നു കഴിയുമ്പം പുറത്തിറങ്ങി കളിയുണ്ട് പിള്ളേർക്ക്. കാരണം പകൽ ഫുള്ള് അകത്തിരുന്ന് മടുക്കും. വൈകിട്ടാവാൻ നോക്കിയിരിക്കും ഇതുപോലെ ഇറങ്ങി കളിക്കാനായിട്ട്. പതിവ് പോലെ കളി അടിയിലാണ് അവസാനിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വ്ളോഗും ഇവിടെ നിർത്തുവാണ്. വേറൊരു നല്ല വ്ളോഗുമായിട്ട് അല്ലെങ്കിൽ ഒരു റെസിപ്പി ആയിട്ട് പിന്നെയും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.